10 പേരുണ്ട് ഞങ്ങളുടെ വീട്ടില്. വലിയവര് ഇപ്പൊ ഈ കുട്ടികൾ എന്ന് പറയാൻ ഇവര് മാത്രമല്ല, ബാക്കിയൊക്കെ വലിയവരാണ്. അപ്പോ കാലത്ത് ഒരു 4 മണിക്ക് എണീക്കണം, ഭക്ഷണം പാകം ചെയ്യലും. ഇത്രയും പേർക്ക് അതാണ് അതില് പോയിന്റ്. ഭക്ഷണം പാകം ചെയ്യല്. അച്ഛനാണെങ്കിൽ 6-6:30 ആവുമ്പോഴേക്കും അവന് പോണം. പന്തുകളിയുടെ ഇതുള്ള കാരണം അവന് നേരത്തെ പോണം. അപ്പോഴേക്കും ചോറ് പാത്രത്തിലാക്കലും എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പള്ളിയിലേക്ക് പോകും. പള്ളിയിലേക്ക് പോയി ഒരുവിധം അടുക്കളയിലത്തെ എല്ലാം കഴിഞ്ഞിട്ടുണ്ടാവും. പിന്നെ വന്നിട്ടാണ് പിന്നത്തെ പണികളൊക്കെ. ഇവൾക്കെന്ന് പറഞ്ഞാൽ ഈ കണ്ടന്റ് ഉണ്ടാക്കല്, അത് എഴുതിയെടുക്കല്, അങ്ങനെ എങ്ങനെയായിട്ട് അതിന്റെ പണികൾ വേണ്ടതുണ്ടാവും. അപ്പൊ ഇവൾക്ക് അധികം അങ്ങനെ വരാൻ പറ്റില്ല. പിന്നെ മരുമോൾക്കാണെങ്കിൽ 2 കുട്ടികളാണ്. മൂത്ത ഇവളുടെ താഴെയുള്ളതാണെങ്കിൽ 1.5 വയസ്സായിട്ടുള്ളൂ. 1.25 വയസ്സാകുമ്പോഴേക്കും അടുത്ത പ്രസവിച്ചു. ഇരട്ട കുട്ടികളുടെ മാതിരിയാണ്. 2 എണ്ണത്തിനെയും ഒക്കത്ത് കയറ്റി വെച്ചിട്ടാണ് ചില സമയത്ത് ഭയങ്കര വാശിയൊക്കെയാ. അപ്പൊ അത് കാരണം അവൾക്കും പണിയാൻ പറ്റില്ല. അത് കാരണം അങ്ങനെ ഞാൻ എന്നെ അങ്ങനെ. പിന്നെ കുറച്ചു നാള് ആൽഫി എറണാകുളത്തായിരുന്നു. അപ്പൊ പിന്നെ അവൻ അവിടെ ഹോസ്റ്റലിൽ നിന്ന് പഠിച്ചിരുന്നു. അപ്പൊ പിന്നെ അവന്റെ കാര്യങ്ങൾ നോക്കണ്ട. അല്ലെങ്കിൽ ഇവിടെ വീട്ടിൽ നിന്നിട്ടാ പോണേന്ന് വെച്ചാൽ നമ്മള് കാലത്ത് പോണ സമയത്താവുമ്പോഴേക്കും ഇത്തിരി കൂടി നേരത്തെ ആവണം. അങ്ങനെ. അപ്പൊ കൊറേയൊക്കെ ഇവരൊക്കെ തന്നെ നല്ലത് കേൾക്കും, പറഞ്ഞത് കേൾക്കാണ്. വീട്ടിലാണെങ്കിൽ ഈ കുഞ്ഞാറ്റ അവര് 2 പേര് ഭയങ്കര ലഹളയായിരിക്കും. പിന്നെ ആൽഫിയായിട്ടാണ് ഇവള് തല്ലുകൂടാ. കൂടുതൽ അവര് 2 പേരാണ്. എന്റെ കുറെ ചീത്തയൊക്കെ കേൾക്കാറുണ്ട്.